10 കിലോൻ്റെയൊക്കെയുള്ള ചാക്കില്ലേ, സിബുള്ള ബാഗാണ്. ഇത്രയുടെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ ചാക്ക് ഒന്ന് അകം മറിച്ചിട്ടിട്ട് മണ്ണ് നിറച്ചിട്ട് ഒന്ന് സ്റ്റേപ്പർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മണ്ണ് അധികം പുറത്തേക്ക് പോകില്ലല്ലോ. അപ്പോൾ സിബുള്ള ചാക്കാണെങ്കിൽ നമുക്കങ്ങ് ജസ്റ്റ് സിബ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതിന് മുന്നത്തെ വർഷവും നമ്മളിങ്ങനെ തന്നെയാട്ടോ ചെയ്തത്. നമ്മുടെ അരിശാക്കി തന്നെയാണ് നമ്മൾ സ്ട്രോബെറി ആയിട്ട്. ഈ സ്ട്രോബെറി മണ്ണിൽ മുട്ടിക്കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ ചീത്തയായി പോകുമ്പോൾ പെട്ടെന്ന് ഉച്ചയൊക്കെ വരും, അഴുക്കായി പോവും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഇതിലൊരു ഹാങ്ങിങ് പോലെ സ്ട്രോബെറിയുടെ തണ്ടുകൾ പുറത്തേക്ക് നിൽക്കണമായിട്ട് എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മൾ മണ്ണ് നിറച്ച് ചാക്ക് കടിച്ച് ശരിയാക്കിയിട്ട് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ 4 സ്ഥലത്തായിട്ട് സ്ട്രോബെറി ഇടാൻ വേണം. അപ്പോൾ നമുക്ക് അതിനുള്ള കട്ടിട്ട് കൊടുക്കാം. നമ്മൾ 4 സെറ്റ് സ്ട്രോബെറി ആയിട്ട് ഈ ചാക്കിൽ നടാൻ വേണം. അപ്പോൾ കണ്ട 4 ഹോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് 2-3 വർഷമൊക്കെ ആയിട്ട് നിൽക്കുള്ളൂ. അതുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ദ്രവിച്ചു. അപ്പോൾ നമ്മൾ വേറെ പ്ലാന്റുകളിലേക്ക് മാറ്റേണ്ടി വരും. പക്ഷെ നമ്മൾ എന്തായാലും ഈ ചാക്ക് വാങ്ങുമ്പോൾ ഉപയോഗമൊന്നുമില്ല, കളയാൻ പോണത്. അപ്പോൾ അതുകൊണ്ട്